സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം പിന്നെ ഒരു ഫിനിഷിംഗ് ലെവലിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. കാരണം നമ്മളെ ആളുകൾ വന്നുകാണ്ട് ഇവിടെ ചെയ്യണത് ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല. ഇപ്പോ ഇന്ന് പുതിയ കുറച്ച് ടീമുകളും കൂടിയൊക്കെ വന്നതാണ്. അപ്പൊ പെട്ടെന്ന് വന്നാണ്ട് ഈ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് വെറും പക്കാ ഷോ ആണ്. ഇവിടെയുള്ള ഈ ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് മനുഷ്യന്റെ ജീവന്റെ വില എന്താണെന്നുള്ള ഇവർക്ക് അറിയില്ല. ഞമ്മക്കെന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂടെ ഇപ്പൊ നിങ്ങളോട് ഒരു മടങ്ങാൻ നിർബന്ധമായി പറഞ്ഞു, എന്താ പ്രശ്നം സെറ്റിൽ ചെയ്തു? മടങ്ങാൻ നിർബന്ധമായി പറഞ്ഞിരുന്നു. അവിടുന്ന് മൊത്തത്തിൽ ആട്ടിയിരുന്നു. 1/2 മണിക്കൂറിന്റെ ഉള്ളിൽ ലാത്തി ചാർജ് നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോ അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇടപെടലുകൾ മറ്റുള്ള രീതിയിലൊക്കെ എം കെ രാഘവൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടു. ഈ രഞ്ജിത്തിനെ മർദ്ദിച്ചോ? രഞ്ജിത്തിനെ ചെറിയ മർദ്ദിക്കാന്ന് പറഞ്ഞാൽ തള്ളിയതാണ്. ആ തള്ളിയ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് അങ്ങനെ വന്ന് കുറച്ച് ഉന്തും തള്ളും കാര്യങ്ങളൊക്കെ നടന്നതാണ്. അത് കഴിഞ്ഞുകൊണ്ട് നമ്മളോട് പോകണം എന്നുള്ള ശക്തമായിട്ട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു പോവുകയാണെങ്കിൽ ഞങ്ങൾ മൊത്തത്തിലേ മാറുള്ളൂ. അതായത് ഞങ്ങളൊരു സംഗതിക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെയ്ഡായിട്ടൊന്നും ആരും എന്നും തന്നിട്ടല്ല ഞങ്ങൾ വന്നത്. ഗവൺമെന്റ് തലത്തിലോ മറ്റുള്ള തലത്തിലോ ഒന്നല്ല. ഞങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്തുകാണ്ടാണ് വരുന്നത്, മാനുഷ പരിഗണന വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങളാരും ഇപ്പൊ ഞങ്ങൾക്കൊന്നും തരുന്നൊന്നുമില്ല. ഇത് ഒരു തീരുമാനമാവാതെ എന്തായാലും ഇവിടുന്ന് പുറത്തേക്കാക്കിയാലും ബോർഡറിൽ ഞങ്ങൾ ഉണ്ടാവും. എന്ത് കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു നിങ്ങളോട് മടങ്ങാൻ കാരണം പറയുന്നത് ആർമി പരാതി അവർ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളും ആർമി ടൈപ്പ് ആയിട്ടാണ്. ഇന്നലെ ഉച്ചക്ക് 2 മണിയോട് കൂടി ആർമി ജോയിൻ ചെയ്തതോടുകൂടി ഞങ്ങളും അവർ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ രഞ്ജിത്ത് സാറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ നീങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ രഞ്ജിത്ത് സാറിന് അടക്കം അതിന്റെ മുകളിൽ നിന്ന് പിടിച്ചിറക്കി. അതായത് ഇതിന്റെ അവസാന ഘട്ടമാണ്. ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ആർമി വന്ന് അവിടെ നിന്ന് സിഗ്നൽ ലഭിച്ചു. രണ്ട് സ്ഥലങ്ങളിലായിട്ട് സിഗ്നൽ, ഈ ലോറി പാർക്ക് ചെയ്തു എന്ന ഭാഗത്ത് 2 സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഭാഗം പൂർണ്ണമായിട്ടും എടുത്തു കഴിഞ്ഞിപ്പോ ഇനി ഒരു ഭാഗം കൂടിയുള്ളത്. അതേപോലെ തന്നെ അതോടനുബന്ധിച്ച് നമ്മുടെ ആർമി സെക്ഷനിലുള്ള ആളുകൾ മറുവശത്തും ഈ പുഴയുടെ സൈഡിലും ഇപ്പം റഡാർ വെച്ചിട്ട് സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഏതാണ്ട് ഒരു രൂപ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് തോന്നിയ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മളോട് തീർച്ചയായിട്ടും ഒരു കുട്ടി പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ആർമിക്കാർ പരാതി തന്നിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ സ്പോട്ടിൽ ഞങ്ങൾ തന്നെ സാറോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്? കാരണം നമ്മൾ അവരെ കൂടി സഹായിച്ചു കൊടുക്കുന്നുണ്ട്. അവരതിൽ സംതൃപ്തരാണ്. അപ്പോൾ ഇവിടെ ഇയാൾ ഒരു എന്താ പറയാ ഒരു പട്ടിച്ചോ കാണിക്കുകയാണ്, അങ്ങനെ തന്നെ പറയാം. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കൂടെ പറയാം. അത് 2 സിഗ്നൽ ലഭിച്ചെന്ന് പറഞ്ഞില്ലേ, അത് ലോറിയുടെ ആണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ? ലോറിയുടേതാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല. കാരണം ഈ റഡാർ സിഗ്നലിൽ 2 സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള അടിയിൽ എന്തോ സംഭവം ഉണ്ട് എന്നുള്ളൊരു സിഗ്നലാണ് കിട്ടിയിട്ടുള്ളത്. അത് അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലം പൂർണ്ണമായിട്ടും കുഴിച്ചു, 2ാമത്തെ സെക്ഷനിലേക്ക് കടക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ആ സമയത്താണ് ഈ ഒരു വിഷയം ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ആദ്യ ഭാഗം കുഴിച്ചിട്ട് ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിലവിലായി പൂർണ്ണമായിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഏതാണ്ട് ഒരു 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. കുറഞ്ഞ ഒരു 1/4 ഭാഗം കൂടി മാന്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പൂർത്തീകരിക്കാം. അതായത് 2 സിഗ്നൽ ലഭിച്ചു. അതിലൊരു ഭാഗത്തെ സിഗ്നലിന്റെ ഭാഗത്ത് കുഴിച്ചു നോക്കി, ഏതാണ്ട് 3/4 ഭാഗം കുഴിച്ചു. പക്ഷെ ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തതും കൂടെ നോക്കാം. 2ാമത്തെ സിഗ്നൽ കിട്ടിയെടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴും അവരുടെ ദൌത്യത്തിലാണുള്ളത്. അവർ പുഴക്കരികിലുള്ള സ്ഥലത്ത് ഏതാണ്ട് സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് ലോറിയാണെന്ന് ഇപ്പോഴും ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. അത് എന്ത് വേണമെങ്കിലും ആകാം, എന്ത് സിഗ്നലും ആകാം. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ സിഗ്നൽ ഏതാണ്ട് പൂർത്തിയായി, അവിടെ ഏതാണ്ട് പൂർണ്ണമായി എന്ന് തന്നെ പറയാം. 2ാമത്തെ സിഗ്നൽ നമ്മൾ അവിടെ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ അവിടേക്കാണ് എത്തുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ഡ്യൂട്ടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പുഴയുടെ കരയിലുള്ള ഭാഗത്തും പരിശോധന നടത്തുന്നു. തീർച്ചയായിട്ടും അവിടെയാണ് നമുക്കിപ്പോ ഈ പാർക്കിംഗ് സെക്ഷനിൽ 2 സ്ഥലങ്ങളിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ ഇല്ല എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ പുഴയുടെ സൈഡിലേക്കാണ് അവിടേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ മണ്ണിടിച്ചിൽ വന്ന ആദ്യ സംരംഭത്തിൽ തന്നെ ഈ റോഡിലുള്ള മണ്ണുകളൊക്കെ മുഴുവനായിട്ടും അവിടേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പൊ അതിനടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് താഴ്ചയിലായിരിക്കും. എന്തായാലും അവിടുത്തെ സംഘർഷവും തർക്കമൊക്കെ ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മളോട് എല്ലാ ഈ കേരളത്തിൽ നിന്ന് വന്ന റെസ്ക്യൂവിനോട് മൊത്തത്തിൽ പുറത്തു പോകാൻ നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങളിപ്പോ 6 പേരാണുള്ളത്. പിന്നെ മറ്റു 2 സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള 2 സന്നദ്ധ സേനകൾ കൂടി അവിടെ നിലവിലുണ്ട്. അപ്പം ജസ്റ്റ് ഈ ഒരു വിഷയം വന്ന സമയത്ത് നമ്മളെ അവിടേക്ക് അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കാതെ പുറത്തു പോകാൻ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ഭയന്നിട്ട് ഞങ്ങൾ പോകില്ല. ഇതിനൊരു തീരുമാനം കാണാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റിയിട്ടില്ലെങ്കിലും ഇവിടെ നമ്മളുണ്ടാവും ഞങ്ങളുടെ കൂടെ. കാരണം നമ്മളെ ആരും വിളിച്ചിട്ടും അല്ല നമ്മൾ വന്നത്. ഇപ്പൊ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? എം.പി. ഒക്കെ ഇടപെട്ടതിന് ശേഷം നിങ്ങളോട് അവിടെ വീണ്ടും തുടരാൻ നമ്മളോട് തുടരാൻ പറഞ്ഞിട്ടില്ല. നമ്മളോട് പോയിട്ടില്ലെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് ലാത്തി ചാർജ് ഇവിടെ നടത്താൻ പറഞ്ഞു. അപ്പൊ ആ ഒരു മാനുഷിക ആ ഒരു പരിഗണന വെച്ച് ഞങ്ങൾ അല്പം മാറിയുന്നു. രഞ്ജിത്ത് സാറിനെ പിടിച്ച് തള്ളിയൊക്കെ ചെയ്തിട്ടുണ്ട്. വടിയൊക്കെ മുഖത്ത് കൊണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രശ്നമല്ല. അദ്ദേഹം മടങ്ങി ഇറങ്ങുന്നിടത്തുനിന്ന് പിന്നീട് അദ്ദേഹം നമ്മുടെ മനോഫ്കയുടെ തീരുമാനപ്രകാരം അവരുടെ സമ്മർദ്ദപ്രകാരം അദ്ദേഹം അവിടെ തന്നെ വീണ്ടും നിലയുറപ്പിച്ച. അപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലൊന്ന് ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് മാത്രം. എന്തായാലും പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. പരിഹരിക്കപ്പെട്ടത് കൊണ്ടായിരിക്കാം ആളിപ്പോ പുറത്തു പോയിട്ടുണ്ട്.
ഈ ACP ആള് പുറത്തു പോയിട്ടുണ്ട്. ഇതുവരെ ഇവിടെ ഇല്ലായിരുന്നു, ഇന്നലെയും ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോ ഇന്നലെ ഞങ്ങള് ഒരു 2 മണിക്ക് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2 മണിക്ക് ശേഷം നമുക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവർ 3 ദിവസം ചെയ്ത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇന്നലെ 2 മണിക്ക് ശേഷം. എന്തായിരിക്കും നിങ്ങൾ ഇങ്ങനെ അകറ്റാൻ നിങ്ങളോട് ഒരു പ്രകോപനം തോന്നാൻ കാരണം എന്തായിരിക്കും? അവർക്ക് മലയാളികളുടെ എന്തോ ഒരു വിദേശങ്ങളും എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതോ നിങ്ങൾ ഇതിന്റെ ഒരു ക്രെഡിറ്റ് നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്? എല്ലാം കൊണ്ടും ഉണ്ടാവും. പിന്നെ പറഞ്ഞാൽ ഇതിന്റെ ഒരു ലാസ്റ്റ് ഘട്ടമാണ്. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം എന്താ വെച്ചാൽ ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ ഈ സന്നദ്ധ പ്രവർത്തകരുമാണ് നിലവിൽ അവിടെ ഉള്ളത്. അത് നമ്മൾ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ റോഡ് ക്ലിയർ ആക്കുകയോ ചെയ്യല്ല, അവിടെ രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത്. ഈ ലോറിയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് വളരെ ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പോൾ ഏതാണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് കാണാനുള്ള സാഹചര്യം വന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ അടുത്തപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കാര്യങ്ങളിലേക്ക് പോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും അവർ നമ്മളെ അകറ്റിയിട്ടുള്ളത്. ഇനി അറ്റ്ലീസ്റ്റ് അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രധാനപ്പെട്ട ആളുകളാരും വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഉള്ളത് മോശപ്പെട്ട രീതിയിലാണ് അവർ കാണുന്നത്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി അടക്കം വന്നപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. അന്നപ്പോ ഒന്നും ഒരു വിഷയം ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ആള് വരുന്ന സമയത്തൊക്കെ ഇത് തന്നെ, ഇയാൾ വന്നു കഴിഞ്ഞാൽ ഒരു JCB കൂടെ വേണം. ആ JCBന്റെ കൊട്ടയിൽ കയറി നിന്നിട്ട് അയാളങ്ങനെ പൊക്കും. ആൾ ഉയർത്ത് പോയി എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കും, എന്നിട്ട് താത്തിയിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുക്കും അവിടുത്തെ വളണ്ടിയേഴ്സ് ആയിട്ട് ഉള്ള ആളുകളോട്. ആ ഇൻഫർമേഷൻ കഴിഞ്ഞാൽ അയാളെ താഴ്ത്തിയതിനു ശേഷം അയാൾ പോവും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അയാൾ വരുന്നത്.